തൻ്റെ മോന്താണ്ട ശ്യാമയുടെ ജീവിതത്തിൽ ഞാനാണെന്ന് തോന്നുമല്ലോ. അതെ, അത് തൻ്റെ മാത്രം കയ്യിലിരിപ്പാ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ ഇങ്ങനൊന്നും വേണ്ടെന്ന്. അവൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒരു സൈഡിൽ കൂടെ പോകുമായിരുന്നു. താനല്ലേ അവളെ ഇതിലേക്ക് വലിച്ചിട്ടത്. ഇതിപ്പോ എന്റെ കുഴപ്പമായോ? അല്ല പിന്നെ ഞാനാ. അതല്ലടാ, ഇത് മൊത്തം എന്റെ വീട്ടിലേക്ക് ആക്കി. നിങ്ങൾ ഏറ്റേ പറ്റുള്ളൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്യാമയുടെ പേര് പറയുന്നതല്ല, സിദ്ധുവിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നീ സിദ്ധുവിന്റെ കാര്യം അതൊന്നും പറയുന്നത് വേണ്ട. എടാ, ഇത്രയും കാര്യങ്ങൾ അവനോട് ചെയ്ത് കൊടുത്തിട്ട് അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൻ പറയട്ടെ, നമുക്കപ്പോൾ ആലോചിക്കാം. ആലോചിക്കാം. എന്നാ എനിക്ക് പ്രശ്നമുണ്ട്. നീ ഇപ്പൊ എവിടുന്ന് വന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ കുറെ നാളായിട്ട്. സിദ്ധു ഇരിക്കടാ, പറഞ്ഞടിക്ക്. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാണ്. ഞങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ഞങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങളെന്താ പ്രശ്നം ഉണ്ടാക്കി? നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞേ? ഞങ്ങളെന്താ പറഞ്ഞേ? എന്താ നീ എന്താ പറഞ്ഞേ? നമ്മളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആദ്യം ചിട്ടി കമ്പനിയിൽ നിന്ന് കിട്ടിയ കാശും കൊണ്ട് അപ്പച്ചനെ കാണാൻ പോകാൻ പറഞ്ഞു. അന്ന് ബസ്സിൽ വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളോട് ഞാൻ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഒരു വിധത്തിൽ അവൾ എന്നെ ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു. അപ്പൊ നിങ്ങൾ അവളെ കൊണ്ട് എന്നെ ഇഷ്ടമല്ലെന്ന് പറയിപ്പിച്ചില്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ? ഞങ്ങളോ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നിന്നെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത്? നല്ലതിന്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ഒരു പട്ടിയെ പോലെ നടന്നു ചെയ്തു. എല്ലാരും കൂടി ഉപദേശിച്ച് ഇല്ലാതാക്കുന്ന എന്റെ ജീവിതം, എന്റെ മാത്രം ജീവിതം. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവനിപ്പോ വേണ്ടത് ഒരു പെഗ്ഗ. അടിക്കടാ. എന്തുവാടാ ഈ കാണിക്കുന്നേ? അവളെ വേറെ ആൾക്ക് വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. അതങ്ങനെ നീയല്ലോ തീരുമാനിക്കും. അത് തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് അവൾ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു. അതൊരാണിന് താങ്ങാൻ പറ്റുന്നല്ല അച്ഛാ. ശ്യാമിയെ ബാലുവിന് വിട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ എന്നെ മോഹിപ്പിച്ചത് എന്തിനാണ്? കുഴഞ്ഞല്ലോ ചായ. കേട്ടിടത്തോളം ഇവൻ അവളോടുള്ളതിന്റെ 100-1 ആത്മാർത്ഥത അവക്ക് ഇവനോടില്ല. ശ്യാമയെ ബാലിന് വിട്ടുകൊടുക്കാനും പറ്റില്ല, ഇവനെ കൊണ്ട് കെട്ടിക്കാനും പറ്റില്ല. പരിപാടി കയ്യിൽ നിന്ന് പോകും. അപ്പൊ ശ്യാമയാണ് പ്രശ്നം. ഡാഡി, അതിന് ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അവളെ തട്ടാം. അച്ഛാ വേണ്ട അച്ഛാ, എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഡാഡി ഒന്ന് പറ. അച്ഛാ അത് വേണോ അച്ഛാ? അത് മതി. തന്റെ ഫോണിലാണ് കളിക്കുന്നേ, പോയി എടുത്തൂടെ? സാർ ഇല്ല, ഫൈനൽ സ്റ്റേജിലാണ് സാർ. നാളെ രാവിലേക്ക് ഓക്കെ സാർ. ഒരു മിനിറ്റ്. സിദ്ധു 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 അവനെ ഞാനങ്ങ് തട്ടി. എന്ത് പണിയാ ചേ? ഒരു കുറ്റവാളിയുടെ കത്തിയേക്കാൾ പാതകം ചെയ്തിട്ടുണ്ടാകും ഒരു എഴുത്തുകാരൻ്റെ പേന.